BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ചെമ്മീൻ പിടിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള 6 മാസത്തെ വാർഷിക നിരോധനം അവസാനിച്ചതായി സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റിലെ മറൈൻ റിസോഴ്സ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഫെബ്രുവരി 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്മീനിന്റെ പ്രജനനത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടം കണക്കിലെടുത്താണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ സമുദ്ര സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ചെമ്മീൻ വ്യവസായത്തിന്റെ വികസനത്തിനും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് എല്ലാ വർഷവും ഫെബ്രുവരി മുതൽ 6 മാസത്തേക്ക് ചെമ്മീൻ പിടിക്കുന്നതിനും വിൽക്കുന്നതിനും നിരോധന കാലയളവ് ഏർപ്പെടുത്തുന്നതെന്ന് മറൈൻ റിസോഴ്സ് ഡയറക്ടറേറ്റ് പറഞ്ഞു. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ പ്രമേയങ്ങൾക്ക് അനുസൃതമായി സമുദ്ര സമ്പത്തിന്റെ പൂർണ്ണ സംരക്ഷണം കൈവരിക്കാനുള്ള സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഡേറ്റ്സ് ട്രീ ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പ് ഇന്നലെ മുതൽ ഓഗസ്റ്റ് 3 വരെ ഹൂറത്ത് ആലിയിലെ ഫാർമേഴ്സ് മാർക്കറ്റിൽ നടക്കും. ബഹ്റൈൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫാർമേഴ്സ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം. ബഹ്റൈൻ ഈന്തപ്പഴങ്ങളുടെ വൈവിധ്യ മേളയുടെ പ്രത്യേകതയാണ്. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ സൽമാനിയ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉൾക്കൊണ്ട് എല്ലാവരും ഈ മഹാദാനത്തിൽ പങ്കാളികളാകണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. രക്തദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലാണ് എത്തിച്ചേരേണ്ടത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ 36249689 എന്ന നമ്പറിലോ 39079337 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. IYCC ബഹ്റൈൻ മെഡിക്കൽ ഹെൽപ്പിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സ്മാരക വീൽചെയർ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. BMC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് അൽ ജനാഹി പോസ്റ്റർ പ്രകാശനത്തോടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആദ്യ വീൽചെയർ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഏരിയ പ്രസിഡന്റ് TP വിജയൻ, ദേശീയ ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു ത്വാലിബിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. രോഗികളായ ബഹ്റൈൻ പ്രവാസികൾക്ക് താൽക്കാലിക ഉപയോഗത്തിനായാണ് സംഘടനയുടെ 9 ഏരിയകളിലും വീൽചെയർ വാങ്ങി സൂക്ഷിക്കുവാനുള്ള ഉമ്മൻചാണ്ടി സ്മാരക പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വീൽചെയർ ആവശ്യമായി വരുന്നവർ IYCC ബഹ്റൈൻ ഹെൽപ്പ് ഡെസ്ക് നമ്പറായ 38285008 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ SNCS പ്രവാസി സംഘടനകളുമായി ചേർന്ന് അനുശോചന യോഗം ചേർന്നു. SNCS സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനലത്ത്, ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. സെക്രട്ടറി ശ്രീകാന്ത് സ്വാഗതവും വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ നന്ദിയും രേഖപ്പെടുത്തി. സ്പോക്സ് പേഴ്സൺ സനീഷ് കുമാർ മുഖ്യ അവതാരകനായിരുന്നു. ചടങ്ങിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അനുശോചനം അറിയിച്ചു. ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനാകുന്നതെല്ലാം ചെയ്യുമെന്നും ഇക്കാര്യത്തിൽ പ്രവാസി സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായി ചടങ്ങിൽ വിളക്ക് തെളിയിച്ച് മൗനം ആചരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 77ാം ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ ക്യാമ്പയിനുമായി BJP ഓഗസ്റ്റ് 11 മുതൽ 15 വരെ വിപുലമായ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിലും കടകളിലും ത്രിവർണ്ണ പതാക ഉയർത്താനും BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ജനങ്ങളോട് ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമാകണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. ത്രിവർണ്ണ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രം. ജൂലൈ 23 മുതലാണ് കേരള സർക്കാരിനെ മുന്നറിയിപ്പുകൾ അറിയിച്ചതെന്നും ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് NDRFന്റെ 9 ടീമുകളെ കേന്ദ്രം ജൂലൈ 23 കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറിപ്പിലൂടെ അറിയിച്ചു. ജൂലൈ 23 മുതൽ ജൂലൈ 30 വരെ എല്ലാ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ജൂലൈ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ 20 സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നും പിന്നീടുള്ള 3 ദിവസങ്ങളിൽ 12 സെന്റിമീറ്റർ മഴ പെയ്യുമെന്നും ജൂലൈ 30-ന് 20 സെന്റിമീറ്ററിലധികം മഴ പെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശികമായി ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കനത്ത മഴ പെയ്താൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണ് വയനാടെന്നും അതിനാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ മാറ്റണമായിരുന്നു എന്നുമാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞതെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ മരണം 280-ലധികമായി. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. 100-ലേറെ പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംശയിക്കുന്നു. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ 1592 പേരെ രക്ഷപ്പെടുത്തി നിരവധി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ജില്ലയിലെ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 8000 പേരെ മാറ്റിപ്പാർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. 1167 രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തി. 99 പേർ ചികിത്സയിലും മറ്റുള്ളവരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 96 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായും 166 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കേരളത്തിന് 145 കോടി രൂപ വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് രാജ്യസഭയിൽ പറഞ്ഞു. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം ഇന്നലെ തുറന്നു. പാലത്തിലൂടെ സൈന്യത്തിന്റെ വാഹനം മറുകരയിലെത്തി. ബെയ്ലി പാലത്തിന്റെ ബലപരിശോധന വിജയകരമാണെന്ന് സൈന്യം അറിയിച്ചു. പാലത്തിന്റെ ഇരുവശങ്ങളിലൂടെയും യാത്ര നടത്തി ബലമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത്. ബെയ്ലി പാലത്തിലൂടെ സൈനിക ആംബുലൻസും ഹെവി ട്രക്കും മറുകരയിലെത്തി. 190 അടി നീളമുള്ള പാലത്തിന് 24 ടൺ ഭാരം വരെ താങ്ങാൻ ശേഷിയുണ്ട്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 283 ഉയർന്നു. 34 മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത്. മുണ്ടക്കൈയിൽ ഇനി ജീവനോടെ ആരെയും കണ്ടെത്താനില്ലെന്നും സൈന്യം സർക്കാരിനെ അറിയിച്ചു. കനത്ത മഴ 3-ാം ദിനവും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി. 240 പേരെ ഇപ്പോഴും കാണാനില്ല. മുണ്ടക്കൈയിൽ തകർന്ന വീടുകളുടെ ഉള്ളിലും മണ്ണിനടിയിലുമായി ഇവർ അകപ്പെട്ടിരിക്കാമെന്ന സംശയത്തിൽ തെരച്ചിൽ തുടരുകയാണ്. വലിയ യന്ത്രങ്ങൾ എത്തിച്ചാൽ മാത്രമേ പൂർണ്ണ തോതിൽ തെരച്ചിൽ സാധ്യമാകൂ. പല സ്ഥലങ്ങളിലും ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ആവാത്തതിനാൽ മരണസംഖ്യ ഏറെ ഉയർന്നേക്കും. കേരളത്തിൽ സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ. പ്രീ സ്കൂളിൽ 25, 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 35 എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു. ഇതടക്കമുള്ള ശുപാർശകളുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2ാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ 7:30-ക്കും 8:30-ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്നും സമിതി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠന സമയം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം. ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി നൽകി. കാസർഗോഡ്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് അവധി. സേലം ഡിവിഷനിലെ വിവിധ സെഷനുകളിൽ എഞ്ചിനീയറിംഗ് ജോലികൾ ഉള്ളതിനാൽ ട്രെയിൻ സർവീസിൽ മാറ്റം വരുത്തി. ഓഗസ്റ്റ് 8, 10 തീയതികളിൽ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്ന 13352 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസും എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 12678 എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു ഡെയിലി ഇന്റർസിറ്റി എക്സ്പ്രസും കോയമ്പത്തൂർ സ്റ്റോപ്പ് ഒഴിവാക്കി പോടന്നൂർ ഇരികൂർ വഴി തിരിച്ചുവിടും. പോടന്നൂരിൽ അധിക സ്റ്റോപ്പ് നൽകും. ഓഗസ്റ്റ് 8, 10 തീയതികളിൽ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 1890 എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് പോടന്നൂർ, കോയമ്പത്തൂർ, ഇരികൂർ വഴി തിരിച്ചുവിടും. ഓഗസ്റ്റ് 2-ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന 16843 തിരുച്ചിറപ്പള്ളി പാലക്കാട് ടൗൺ എക്സ്പ്രസ് ഊട്ടുകുളിയിൽ അവസാനിപ്പിക്കും. ഊട്ടുകുളിക്കും പാലക്കാട് ടൗണിനുമിടയിലുള്ള ട്രെയിനും റദ്ദാക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. ഭൂകമ്പം ഉൾപ്പെടെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തും. സ്കൂളിന് ചുറ്റുമതിലും പണിയും. ബജറ്റിൽ ഒരു ജില്ലയിൽ ഒരു മാതൃകാ സ്കൂൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വയനാട്ടിലെ ഈ മാതൃകാ സ്കൂൾ വെള്ളാർമല സ്കൂളായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 10 നിശ്ചയിച്ചിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിലേക്ക് മാറ്റിവെച്ചു. ആഘോഷം ഒഴിവാക്കി ഇത്തവണ
വള്ളംകളി മാത്രം നടത്താനായിരുന്നു നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വള്ളംകളി മാറ്റിവെക്കണമെന്ന ആവശ്യമുയർന്നതോടെ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിന് വിട്ടു. വള്ളംകളി നീട്ടിവെക്കണമെന്ന സർക്കാർ തീരുമാനം വ്യാഴാഴ്ച വൈകിട്ട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ഇതിന് പിന്നാലെ NTBR കോർ കമ്മിറ്റി യോഗം ചേർന്ന് പുതുക്കിയ തീയതിയെക്കുറിച്ച് ചർച്ച നടത്തി. സെപ്റ്റംബർ 7 നടത്താനാണ് പുതിയ തീരുമാനം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.